അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ അവരുടെ ജീവിത രീതി കണ്ടാൽ തന്നെ അവർ മുസ്ലിങ്ങൾ മാതൃകാ യോഗ്യരാണെന്ന് ബോധ്യപ്പെടും. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ തഖ്വ, അവരുടെ ഭക്തി, അവരുടെ ചിട്ട, അവരുടെ സൂക്ഷ്മത, അവരുടെ കറാമത്തുകൾ, അവരുടെ ദുആക്കളുടെ ഇജാബത്തുകൾ, ഇതൊക്കെയാണ് ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിലേക്ക് ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ളത്. പിന്നെയാണ് ഇസ്ലാമിനെ കുറിച്ച് വിശദമായി പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സൂഫിയാക്കളും സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഒരു കക്ഷികൾ നിങ്ങൾ കാണാൻ കഴിയില്ല. ഞാൻ വെറുതെ പറയുന്നത്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിങ്ങൾ സൂഫിയെ കാണുമോ? അല്ലെങ്കിൽ ചരിത്രം കണ്ടിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിൽ ഒരു വലിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ടോ? ഖവാരിജ് പ്രസ്ഥാനത്തിൽ, റാഫിദിയ പ്രസ്ഥാനത്തിൽ, ഷിയ പ്രസ്ഥാനത്തിൽ, ലോകത്ത് കടന്നുപോയ ഏതെങ്കിലും ഒരു ബിദഈ പ്രസ്ഥാനത്തിൽ ഒരു യഥാർത്ഥത്തിൽ ഒരു സൂഫിയായ ഇജാബത്തുള്ള മഹാത്മാക്കൾ ആരെങ്കിലും ദർശിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഈ പറയുന്ന മഹാത്മാക്കൾ മുഴുവൻ കടന്നു വന്നത് ഈ പരിശുദ്ധമായ ഇസ്ലാമിക വൃത്തത്തിനുള്ളിൽ സുന്നത്ത് ജമാഅത്തിന്റെ അംഗീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമൂഹത്തിലാണ്. ഒരുപാട് ആളുകൾ, ഇവിടൊക്കെ അത്തരം ആളുകൾ ഉണ്ടാകും, നമ്മൾ തിരിച്ചറിയില്ല. എത്രയോ മഹാത്മാക്കൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ബഹുമാന്യനായ അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ പോയത്, അദ്ദേഹം സൂഫിയായിരുന്നു. അദ്ദേഹം ദുആ ചെയ്തിട്ട് ഇജാബത്ത് കിട്ടിയ സംഭവങ്ങൾ നമ്മൾ നേർക്കുന്ന ദൃക്സാക്ഷികളാണല്ലോ. എത്ര ആളുകൾ, അരിമ്പ്ര അബൂബക്കർ മുസ്ലിയാർ അടുത്താണ് മരിച്ചു പോയത്, കീഴ്ശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, കണ്യാല മൗല നവറല്ലാഹു മറാഖിദഹും, അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ആലുവായി അബൂബക്കർ മുസ്ലിയാർ, ഒരുപാട് മഹാത്മാക്കൾ. കണ്യാല മൗലയെ കുറിച്ച് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ ജോലി ചെയ്യുന്ന, ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന അഷ്റഫ് ഐസി എന്ന സുഹൃത്ത് ഒരിക്കൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടിയപ്പോൾ അദ്ദേഹം കാര്യം പങ്കുവച്ചു. പട്ടിക്കാട് ജാമിയ നൂരിൽ ഞങ്ങളൊക്കെ പഠിച്ചതാ. അവിടെ പണ്ടേ വെള്ളത്തിന് ക്ഷാമ. ഈ ക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ കുട്ടികളായി വെള്ളത്തിന് കിണർ എവിടെ കുഴിച്ചാലും വെള്ളം കാണില്ല, എവിടെയും കാണില്ല. എങ്ങനെയും വെള്ളം കിട്ടില്ല, കുഴൽക്കിണറും കിട്ടില്ല, സാധാ കിണറും കിട്ടില്ല. ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ആളുകളൊക്കെ കൊണ്ടുവന്ന് പര്യവേക്ഷണം, ഒന്നും വെള്ളം കിട്ടാൻ സംവിധാനം ആ ക്യാമ്പസിനകത്തില്ല. എന്നും വെള്ളത്തിന് ക്ഷാമം, വേനലായാൽ പ്രശ്നം. മഹാനായ മൗലയുമായി ബന്ധപ്പെട്ട ആളുകൾ, പട്ടിക്കാട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പരാതി പറഞ്ഞു, നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മൗല പറഞ്ഞു, ഞാനൊന്ന് വന്ന് നോക്കട്ടെ. അദ്ദേഹം വന്ന് നോക്കി. ഈ പറയുന്ന അഷ്റഫ് ഐസി അന്നടെ പട്ടിക്കാട് ജാമ്യയിൽ പഠിക്കുന്ന സമയമാണ്, ഇപ്പം അവിടെ ജീവനക്കാരനാണ്. മൗല വന്നിട്ട് ഓഫീസിൽ അബുക്ക എന്ന് പറയും, അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു കിണറുടെ കുഴിക്കട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കിണർ കുഴിക്കാം, പക്ഷെ കമ്മിറ്റിക്കാരോട് ചോദിക്കണ്ടേ എന്ന് ചോദിച്ചു. ബഹുമാനപൂർവ്വം ചോദിച്ചു. ആരാ കമ്മിറ്റിക്കാർ ചോദിച്ചു? ശിഹാബ് തങ്ങളാണ് അതിൻ്റെ പ്രസിഡന്റ്. ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് മൂപ്പർ നേരെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു മഹാനവളക്കൽ പോയി. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കിണർ വിളിച്ചു നോക്കട്ടെ, വെള്ളത്തിൻ്റെ പ്രശ്നം പറയുന്നുണ്ട് പട്ടിക്കാട്. അവിടെ വെള്ളം കിട്ടൂല എന്നെല്ലാവരും പറയുന്നതാണോ? നിങ്ങൾ സമ്മതം തരാണ്, ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഞങ്ങളൊന്ന് വിളിച്ചു നോക്കിയെന്നു. ഏതാനും സമയത്തിനകം അദ്ദേഹം നേരം പെരിന്തൽമണ്ണ വന്ന് കുഴൽ കിണർ കുഴിക്കുന്ന വാഹനവുമായിട്ടാണ് അദ്ദേഹം പട്ടിക്കാട് ജാമിയയുടെ ക്യാമ്പസിലേക്ക് വന്നത്. വന്നിട്ട് നേരെ ഇന്നത്തെ ലൈബ്രറി നിൽക്കുന്ന സൈഡിൽ, ആ കിണറൊന്നും അവിടെ ഉണ്ട്, ഒരു ചെറിയ മരമുണ്ട്. ആ മരത്തിൻ്റെ ഒരു വലിയ വേര് പുറത്തേക്ക് കാണുന്നുണ്ട്. മഹാനോടെ ചെന്നിട്ട് ഈ വേര് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ സ്ഥലത്ത് ഇങ്ങനെ വരച്ച് കാണിച്ചിട്ട് ഇവിടെ കണ്ടുപിടിക്കണ്ടാവും. കുഴൽക്കിണർ അവിടെ കുഴിച്ചു, അണ്ണാച്ചികളാണ്. മഹാനവറുകൾ കസേരയിട്ട് തൊട്ടുപ്പുറത്ത് അവിടെ ഇരുന്നു. ഏകദേശം രാത്രി കുറച്ചായപ്പോഴേക്ക് അഷ്റഫ് ഐസി പറയുകയാണ്, ഞാൻ മൂത്രമൊഴിക്കാൻ ബാത്റൂം ടോയ്ലറ്റിലേക്ക് പോവുകയായിരുന്നു. അതിൽ പോകുമ്പോൾ മൂപ്പരിന് മാടി വിളിച്ചു, കണ്ണേരം വല്ല ഇവിടെ വരുന്നു, എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. ഞാൻ മൂത്രമൊഴിക്കാൻ പോകണമെന്നു. എന്നാൽ പോയിട്ട് വരുന്നതാണ്. മൂത്രമൊഴിച്ച് തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞു, വെള്ളം കണ്ടിട്ട് പോയി നോക്കിയിരുന്നു. ഇവിടെ കസേര ഇരിക്കുന്ന മഹാനവൾ പറയാണ്. അപ്പോൾ അവിടെ കിണർ കുഴിക്കുന്ന ആൾ ചോദിച്ചു, വെള്ളം കണ്ടിക്കണമെന്ന് ചോദിച്ചു. കണ്ടിട്ടില്ല, വെള്ളത്തിന് നനവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് തിരിച്ചു പറഞ്ഞു, വെള്ളം കണ്ടിട്ട് അത് നനവുള്ളൂ പറഞ്ഞു. മഹാനവൾ പറഞ്ഞു, വെള്ളം കണ്ടിട്ട് പോയി നോക്കിയെന്നാണ്. അപ്പം തിരിച്ചു വന്നപ്പോഴേക്ക് വെള്ളം കണ്ടിട്ടുണ്ട്. 150 അടിയിൽ വെള്ളം കണ്ടു. മഹാനവൾ 200 അടി താഴട്ടെ എന്ന് പറഞ്ഞു. കിണർ കുഴിക്കുന്നത് 200 അടി വരെ പോകൂല, നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത് പറഞ്ഞു. അങ്ങനെ ആ മെഷീൻ കംപ്ലൈൻ്റ് ആവുന്നു. പരമാവധി പോയി ഇവിടെ 150 അടിയിൽ നിർത്തി. കിണറിൻ്റെ കംപ്ലീറ്റ് എല്ലാ പൈസയും ചിലവും മൂപ്പര് കൊടുത്തിട്ട് നേരെ ഓഫീസിൽ ചെന്നിട്ട് ഒരു 5000 രൂപ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട്, ഈ കിണർ എന്തെങ്കിലും മെഷീൻ കംപ്ലൈൻറ്റോ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ ചിലവാക്കാൻ അതിന് പൈസ ഇതിൽ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞ 5000 രൂപയും കൊടുത്ത് ഏൽപ്പിച്ചിട്ട് യാ അല്ലാ മൂപ്പര് പോയി. അതാണ് മഹാത്മാക്കൾ.
ഇതൊന്നും നമ്മൾ ഇല്ലാത്ത കഥകളല്ല, ഇതൊക്കെ ചരിത്ര സംഭവങ്ങൾ, നമ്മുടെ കൺമുമ്പിലുള്ള സംഭവങ്ങളും ദൃക്സാക്ഷികളുടെ സംഭവങ്ങളുമാണല്ലോ. ഇതുപോലുള്ള ആളുകളാണ് സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് അത് വിശ്വസിച്ച് ജീവിതത്തിൽ പകർത്തിയ ആളുകൾ. നമ്മുടെ മഹാത്മാക്കളായ നേതാക്കളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ സാധാരണക്കാരായ നല്ല മനുഷ്യരും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ മഹല്ലുകളുണ്ട്, 5 നേരം നിസ്കരിക്കുന്ന, റാത്തീബും കുതുബിയത്തും ഹദ്ദാദും ഒക്കെ ചൊല്ലി ഈ സുന്നത്തുകളും ദിക്റുകളും വിറുതുകളും ഖുർആനോത്തൊക്കെ നടത്തി മൗലൂദും ഒക്കെ നടത്തി മര്യാദക്ക് ജീവിക്കുന്ന നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. വെള്ളിയാഴ്ച രാവിലെ, തിങ്കളാഴ്ച രാവിലെ നല്ല നല്ല ദിവസം കെലിമ ചൊല്ലി ഇങ്ങനെ മരിച്ചു പോകുന്ന ആളുകൾ. ഇതൊരു നിസ്സാര വിഷയമല്ല. ഇതാണ് സത്യം. സുന്നത്ത് ജമാഅത്താണ് സത്യം എന്നതിന് പ്രകടമായ ദൃഷ്ടാന്തമാണിത്. നമുക്ക് നേർക്കുനേരെ കാണാൻ കഴിയുന്ന ദൃഷ്ടാന്തം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മാർഗത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബിദ്അഈ പ്രസ്ഥാനങ്ങളുമായി ശക്തമായ അകലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. ബിദ്അഈ പ്രസ്ഥാനക്കാരുമായുള്ള ഒരു ബന്ധം, അവരെ ഒരു സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുന്നതും രീതി, അത് സുന്നത്ത് ജമാഅത്തിലില്ല. അങ്ങനെ പുതിയ രീതി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവതരമായി നമ്മൾ വിലയിരുത്തേണ്ട വിഷയം ഇതാണ്. നമ്മൾ അവരുമായി ബന്ധപ്പെടുകയും അവരെ പരിപാടിയിൽ പങ്കെടുക്കുകയും അവരെ നമ്മുടെ കൂട്ടിൽ വിളിക്കുകയും നമ്മുടെ പരിപാടിയിൽ ഒത്തുചേർക്കുകയും ചെയ്യുന്ന രീതി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ ഒരു സംസ്കാരം സൃഷ്ടിക്കപ്പെട്ടാൽ ഒരു സംശയവും വേണ്ട, സുന്നത്ത് ജമാഅത്തിന് കാതലായി പരിക്കേൽപ്പിക്കപ്പെടും. സുന്നത്ത് ജമാഅത്ത് ഈ കഴിഞ്ഞ 10 പതിറ്റാണ്ട് കാലം, ഒരു നൂറ്റാണ്ട് കാലം ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ ശക്തിയും സംഭരിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തെയും തകർക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങൾ നടത്തിയിട്ടും ആ ശ്രമങ്ങളൊക്കെ വിജയിക്കാതെ പോയത് ഈ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ആദർശ സ്ഥിരതയുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ നിലപാടുകളായിരുന്നു, സമസ്തയുടെ നിലപാടുകളായിരുന്നു. ഒരു നിലക്കും അവരുമായി സഹകരിക്കാൻ പോയിട്ടില്ല. ഇന്നൊരു സംസ്കാരം പൊതുവെ നമ്മുടെ ആളുകൾ ചോദിക്കുകയാണ്, എന്താ മുജാഹിദിൻ്റെ കൂടെ പോയാൽ, എന്താ അവർ ക്ലാസ് കേട്ടാൽ, നല്ല ക്ലാസ്സിൽ എന്താ അവർ നമ്മളെ പരിപാടിക്കും വിളിച്ചാൽ, എന്താ നമ്മളെ കോളേജിൽ അധ്യാപകനായി കൊണ്ടുവന്നാൽ, അവർ നല്ല നല്ല കാര്യങ്ങളിലെ പറഞ്ഞാൽ അവർ ആശയം സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ അവരെ പുസ്തകം എന്താ സിലബസിൽ ഉൾക്കൊള്ളിച്ചാൽ അവരെ ഭാഗത്ത് മാറ്റിയാൽ പോലെ, ബാക്കി പഠിച്ചാൽ പോലെ. ഈ ഒരു ബന്ധം എൻ്റെ പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ കഴിഞ്ഞ 10 പതിറ്റാണ്ട് കാലത്തെ, ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ബന്ധം പൂർവ്വകാലത്തില്ല. ഞാൻ പട്ടിക്കാട് ജാമിഅ അറബി കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം, ത്വയ്യിഫ് ഹൈസിമ കാലഘട്ടത്തിലുണ്ട്. ഞങ്ങൾക്കറിയാം, പട്ടിക്കാട് കോളേജിൻ്റെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ബസ് സ്റ്റോപ്പ്, ചുങ്കം എന്നവർക്ക് പറയാം. അവിടെ അന്ന് ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അത് സിമിയാണ് ഉണ്ടാക്കിയത്. സിമി എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന. ആ സിമിയുടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ സ്ഥലം, നിന്നുകൊണ്ട് പത്രങ്ങളൊക്കെ വായിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു ചെറിയൊരു സ്റ്റാൻഡ്, പത്രങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അടുത്ത് വായിച്ച് ആ ബസ് വരുന്നവരെ വായിച്ച് നോക്കാം. പട്ടിക്കാട് ജാമിഅ അറബി കോളേജിലെ വിദ്യാർത്ഥി ആ സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന് പത്രം വായിച്ച് കൊണ്ട് ബസ് കാത്തുന്നതിൻ്റെ പേരിൽ അതറിഞ്ഞ ബഹുമാന്യനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്ന കോട്ടുമല ബാപ്പ് മുസ്ലിയല്ല, ബാപ്പ് മുസ്ലിയാരെയാണ് ഈ ജനറേഷൻ അറിയുക. സുപ്രഭാതത്തിൻ്റെ ചെയർമാൻ, വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഗത്ഭനായ സെക്രട്ടറി ആയിരുന്ന കോട്ടുമല ബാപ്പ് മുസ്ലിയാർ അടുത്ത കാലത്താണ് മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ അഭിവന്ദനായ പിതാവ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ, രണ്ടുപേരുടെയും ഖബറും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആ കോട്ടുമല ഉസ്താദ് പട്ടിക്കാട് ജാമിഅ അറബി കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം ആ കുട്ടിയെ വിളിപ്പിച്ചു പിറ്റേന്ന് വളരെ ശക്തമായ സ്വരത്തിൽ ശാസിച്ചു. നോക്കുക, അവരുണ്ടാക്കിയൊരു ബസ് സ്റ്റോപ്പ് പോയി എന്താ ബിദ്അത്തുകൾ പകരോ? ബിദ്അത്ത് ഗൗരവമാണ്, ബിദ്അത്തിൻ്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ഇസ്ലാമിൻ്റെ തനിമ നിലനിർത്തുന്നതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയാൽ, അവിടെ നീക്കുപോക്കുണ്ടാക്കിയാൽ, അവിടെ വിട്ടുവീഴ്ച ചെയ്താൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം പുറത്ത് കാണാൻ കഴിയില്ല. ഇപ്പറഞ്ഞ മുജാഹിദൊന്നും മുജാഹിദായി എല്ലാ കാലം നിലനിൽക്കൂല. ജമാഅത്ത് ഇസ്ലാമി എല്ലാ കാലം ജമാഅത്ത്, അവരൊക്കെ ബിദ്അത്ത് നിന്ന് എവിടുക്കാ പോകുന്നോ? അത് കുഫ്റിലേക്കുള്ള പാലമാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്തിൽ ഉറച്ചു നിൽക്കില്ല. യംറുഖുന മിനദ് ദീൻ, അവർ ദീൻ തെറിച്ചു പോകും. കമാ യംറുഖു സഹ്മു മിനർ റമിയ, ഉരുവിലേക്ക് എയ്ത അമ്പ് ഉരുവിൽ തറച്ച് പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യ. ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട മതനിഷേധികൾ നിങ്ങൾ ഓർത്ത് നോക്കും, മുസ്ലിം നാമധാരികളായ മതനിഷേധികൾ. ഇപ്പോൾ ലൈവായി നടക്കുന്ന ജാമിദ ടീച്ചർ ആരായിരുന്നു? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകയായിരുന്നു. ശേഖനൂർ മൗലവി പ്രശസ്തനായ പണ്ഡിതനാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ആരായിരുന്നു? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ജാമിഅ എന്ന പ്രശസ്തമായ കോളേജിലെ അധ്യാപകനായിരുന്നു.
ആ പരമ്പര ഇങ്ങനെ എണ്ണിയാൽ, ഞാൻ പേരെടുത്ത് എണ്ണി എണ്ണി പറയുന്നില്ല, ഇന്ന് ലൈവായി നിലനിൽക്കുന്ന യുക്തിവാദികളും മതനിഷേധികളുമായ മുസ്ലിം നാമധാരികളായ ആരൊക്കെയുണ്ടോ, നേരത്തെ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ, അവരൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള മാർഗത്തിൽ നിന്നാണ് അപ്പുറത്തേക്ക് പോയത്. കാരണം അത് കുഫറിലേക്കുള്ള പാല. ബിദഅത്തിൽ ചെന്നുപെട്ടാൽ അവിടെ ഉറച്ചു നിൽക്കൂല, അപ്പുറത്തേക്ക് പോകും. ഇന്ന് സാക്ഷാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പ് പ്രകടമായി കുഫറിലേക്ക് ചേർന്ന് നിൽക്കുന്നു എന്നത് അവരുടെ ആശയങ്ങൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപകടകരമാണ് ആ കാര്യം. അതുകൊണ്ടാണ് ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചത്. ഇവർ പറയുന്ന കാര്യത്തിലൊന്നും അല്ലെങ്കിലും ന്യായമായ കാര്യങ്ങളല്ല. ഈ പരിശുദ്ധമായ ദീൻ നമ്മൾ പഠിക്കുന്ന സുന്നത്ത് ജമാഅത്ത് എന്നാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും സ്വഹാബി വര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും അതേപടി പിൻപറ്റുന്ന പരിശുദ്ധമായ മാർഗമാണ് സുന്നത്ത് ജമാഅത്ത്. ആ നല്ലവരുടെ പാത പിൻപറ്റുന്ന മാർഗമാണ്. മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, ഇത്തരം ബിദഅി പ്രസ്ഥാനങ്ങളാകട്ടെ, അവരുടെ ഏതൊരു ആശയത്തിലും അവർ ഉറച്ചു നിന്നിട്ടുള്ളത്? ഒരാശയത്തിലും ഉറച്ചു നിന്നിട്ടില്ല. എത്രത്തോളം വെച്ചാൽ നബിദിനത്തിൻ്റെ വിഷയത്തിൽ പോലും അവർ ഉറച്ചു നിന്നിട്ടില്ല. തിരുവനന്തപുരത്ത് നടക്കുന്ന പാളയം പള്ളിയിൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ നടക്കുന്ന മീലാദ് പ്രഭാഷണ പരമ്പരയിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ. 2 വർഷം മുമ്പ് വലിയ വിവാദമായി. എങ്ങനെയാണ് നമ്മളിപ്പോൾ ബിദഅത്ത് എന്ന് പറയാ, അവിടെ എങ്ങനെ ഈ മീലാദ് പരിപാടിയിൽ പങ്കെടുക്കുക? അതിലവിടെ പ്രമുഖനായ പണ്ഡിതൻ, മീലാദ് പരിപാടിയിൽ പങ്കെടുത്ത പണ്ഡിതന് കൊടുത്ത വിശദീകരണം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 18 വർഷം മുമ്പ് തിരുവനന്തപുരം പാളയം പള്ളിയിൽ നിന്ന് ഒരു കത്ത് വന്നു. KP മുഹമ്മദ് മൗലവി, KP മുഹമ്മദ് പറയാ KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി, മരിച്ചുപോയി. 3 ദിവസം മുജാഹിദ് പണ്ഡിതന്മാരെ അയച്ചു തരണം, മീലാദ് പ്രഭാഷണം നടത്താനാണ്. ഇങ്ങനെയാണ് നോട്ടീസ്. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നെ വിളിച്ച് പോകണം എന്നാണ് മുജാഹിദിൻ്റെ മൗലവി പറയാണ്, ജീവിച്ചിരിക്കുന്ന മൗലവിയാണ്. ഞാൻ പറഞ്ഞു, മൗലവി, നമ്മളുണ്ടോ മീലാദ് പ്രഭാഷണത്തിൽ പങ്കെടുക്കുന്നു? നമ്മൾ നബിദിനാഘോഷം, നമുക്ക് നബിദിനാഘോഷം ഇല്ലല്ലോ, അത് ബിദ്അത്താണെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? മൗലവി മറുപടി പറയാണ്, തിരുവനന്തപുരം പാളയം പള്ളിയുടെ ആളുകൾ എനിക്ക് കത്തയച്ചിട്ട് 3 മുജാഹിദ് പണ്ഡിതന്മാരെ അയച്ചു തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി പ്രസംഗിക്കണം. നാം പഠിച്ച ദീൻ അവർക്ക് പകർന്നു കൊടുക്കണം. അവർ അതൊക്കെ ഉൾക്കൊള്ളാൻ വികാസമുള്ള ഹൃദയമുള്ളവരാണ്. മാത്രമല്ല അവിടെ മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, MLA മാർ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്ന പള്ളിയാണ്, അതുകൊണ്ട് പോകണം. എന്നിട്ട് ഇദ്ദേഹം പറയാം, ഞാൻ പോയതിന് കുറ്റം പറയണ്ട, KK സുല്ലമി പോയിട്ടുണ്ട്, അതുപോലെ സുഹൈൽ ചുങ്കത്തറ പോയിട്ടുണ്ട്, ജമാലുദ്ദീൻ പാലത്ത്, ഷംസുദ്ദീൻ പാലത്ത് പോയിട്ടുണ്ട്, ഞാനും പോയി, ഇന്ന മാത്രം ഇതിൻ്റെ പേരിൽ ബിദഅത്തുകാരനാക്കണ്ട എന്ന്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തിരുവനന്തപുരം പാളയം പള്ളി ഫേമസ് പള്ളിയാണ്. ആ പള്ളിയുടെ മീലാദ് പരിപാടിയിൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ മീലാദ് പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാൻ മുജാഹിദ് പണ്ഡിതന്മാർ സ്ഥിരമായി പോകുന്ന ന്യായം പറയുന്നത് നമ്മൾ കേട്ടല്ലോ. ഒന്ന് KP മുഹമ്മദ് മൗലവി പറഞ്ഞു, അതുകൊണ്ട് പോകുന്നു. KP മുഹമ്മദ് മൗലവി ഇമാമാണോ? അള്ളാൻ്റെ റസൂലാണോ? അല്ലാണോ? KNM ജനറൽ സെക്രട്ടറി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോയി. രണ്ടാമത്തെ സംശയം, ഞാനല്ല മറ്റ് മൗലവിമാരും പോയിട്ടുണ്ടല്ലോ, ഇതാണോ ന്യായം? മൂന്നാമത് പറഞ്ഞത്, അവിടെ മന്ത്രിമാരും MLA മാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്നുണ്ട്, അതുകൊണ്ട് പോകല്ലേ നല്ലത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ സൂചിപ്പിച്ചത് ഇതൊക്കെ അവർക്ക് ആവശ്യം വരുന്ന ഘട്ടത്തിൽ നീ ബിദഅത്തും ഈ ശിർക്കും ഈ കുഫറും ഒന്നുമില്ല. അതൊക്കെ മിഥ്യാധാരണകളാണ്, തെറ്റായ വ്യാഖ്യാനങ്ങൾ, അവർക്കൊന്നും ഒരു വിശ്വാസവുമില്ല. സത്യസന്ധമായ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെതാണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാം. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. കേരളത്തിൽ സംഘടിത സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കുറ്റം പറയാൻ പോകണ്ട, സമസ്തയുടെ അധ്യക്ഷനെ കുറ്റം പറയാൻ പോകണ്ട, സമസ്തയുടെ ജനറൽ സെക്രട്ടറി കുറ്റം പറയാൻ പോകണ്ട, സയ്യിദുമാരെ കുറ്റം പറയാൻ പോകണ്ട, ഉലമാക്കളെ കുറ്റം പറയാൻ പോകണ്ട. ഈ സോഷ്യൽ മീഡിയ എന്ന തുറന്ന വേദി കയ്യിലുള്ളത് കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച്, സാദാത്തുക്കളെ കുറിച്ച് ഒരു വാക്ക് മോശമായി എഴുതിയാൽ ആരൊക്കെയാണോ ഷെയർ ചെയ്തു പോകുന്നത്, ഏതൊക്കെ കാലത്താണോ ഷെയർ ചെയ്യപ്പെടുന്നത്, ആരൊക്കെയാണ് അതുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നത്, അതിൻ്റെ മുഴുവൻ കുറ്റഭാരം മരിച്ചു പോയാലും നൂറ്റാണ്ടുകളോളം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന ഗൗരവ സത്യം എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ ശ്രദ്ധിക്കണം.
നമുക്ക് മഹാത്മാക്കളായി പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഒരു നൂറ്റാണ്ട് കാലം സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്തിയ ഈ സമസ്ത കേരള ജംഇയ്യത്ത് എന്ന സംഘടന സംവിധാനത്തിന് കരുത്ത് പകർന്നുകൊണ്ടും മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകേണ്ടത്. എങ്കിൽ 100 വർഷക്കാലം ഈ പരിശുദ്ധമായ മാർഗത്തെ നിർത്തിയതുപോലെ തുടർന്ന് നമുക്ക് നിർത്താൻ സാധിക്കും. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തിന് കരുത്ത് പകർന്നുകൊണ്ട് നമ്മുടെ പൂർവികാര മഹാത്മാക്കളുടെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ വാഹകരായി മഹാന്മാരെയും പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ദുആ ചെയ്തുകൊണ്ട്